മലയാളികളുടെ രതീഷ്. ഏത് രതീഷാന്നാ? ചില്ലും കൂട്ടിയിരിക്കുന്ന രതീഷാണ് കേട്ടോ. നമ്മുടെ സ്വന്തം പഴംപൊരി, ഏത്തക്കാപ്പം, വാഴക്കാപ്പം ഇതൊന്നും അറിയില്ലെങ്കിലും മലയാളികൾക്ക് രതീഷ് സുപരിചിതമാണ്. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി രതീഷ് പഴംപൊരി കഴിച്ചാൽ 18% GST കൂടി നൽകണം. ഉണ്ണിയപ്പത്തിന് വെറും 5% നികുതി. ബേക്കറികളിലാണ് കൂടുതൽ നികുതി നൽകേണ്ടി വരുന്നത്. നികുതി ഘടനയിൽ പഴംപൊരി, വട, അട, കൊഴുക്കട്ട തുടങ്ങിയ പരമ്പരാഗത ലഘുഭക്ഷണങ്ങൾക്ക് വ്യത്യസ്ത പരിഗണനയാണ് നൽകുന്നതെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാർമോണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ പ്രകാരം ഉൽപ്പന്നങ്ങളുടെ വർഗീകരണം മൂലമുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഈ നികുതി കയറ്റത്തിന് കാരണം. ഓരോ ഇനത്തിനും അനുബന്ധമായ ഒരു HSN കോഡുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിരക്ക് നിർണ്ണയിക്കുന്നത്. ലോക കസ്റ്റംസ് ഓർഗനൈസേഷൻ ആഗോളതലത്തിൽ HSN കോഡുകൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും രാജ്യങ്ങൾക്ക് ഓരോ കോഡിനും അവരുടേതായ നികുതി നിരക്കുകൾ നിശ്ചയിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഈ നിരക്കുകൾ തീരുമാനിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം GST കൗൺസിലിനാണ്. ഉഴുന്നുവട, പരിപ്പുവട, സവാള വട, ബോണ്ട, അട, കൊഴുക്കട്ട, കട്ട്ലറ്റ്, ബർഗർ, പപ്സ് തുടങ്ങിയവയ്ക്ക് 18% ബേക്കറികൾ നികുതി ഈടാക്കുന്നത്. എന്നാലോ ചിപ്സ്, പക്കാവട, അച്ചപ്പം, മിക്സർ, കാരസേവ, ശർക്കര, ഉപ്പേരി, പൊട്ടറ്റോ, കപ്പ, ചിപ്സുകൾ തുടങ്ങിയവയ്ക്ക് 12% GST. പാർട്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് എന്നതിന് കീഴിലാണ് പഴംപൊരി വരേണ്ടത്. എന്നാൽ കടലമാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതിനാലാണ് ഉയർന്ന നികുതി കാറ്റഗറിയിൽ നമ്മുടെ രതീഷിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതുകൊണ്ട് രതീഷിനോടുള്ള മലയാളികളുടെ പ്രണയത്തിൽ മാറ്റം വരുമോ എന്തോ.